നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, പഠിക്കേണ്ട ഇതൊക്കത്തിൻ്റെയും ബേസ് എനിക്ക് കിട്ടുന്നത് തമിഴിൽ നിന്നാണ്. തമിഴിൻ്റെ എൻ്റെ ഡയറക്ടർ സാറും എൻ്റെ ടീമും ഞാൻ അതിൽ നിന്ന് പഠിച്ച എൻ്റെ പ്രൊഡ്യൂസറും ഒക്കെ ദ ബെസ്റ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പം നമ്മളിപ്പോൾ നല്ലൊരു കോളേജിൽ പഠിക്കാൻ പോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് ആക്ടിങ്ങിൽ കിട്ടിയ നല്ലൊരു കോച്ചിങ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ തമിഴ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് പഠിച്ചു വന്ന കാര്യങ്ങളാണ് ഞാൻ പിന്നെ അങ്ങോട്ടേക്ക് ഫോളോ അപ്പ് ചെയ്തും പാലിച്ചുകൊണ്ടും ഒക്കെ പോകുന്നത്. അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഹിറ്റായിരുന്നു. തമിഴ്നാട്ടിൽ ഭയങ്കര ഹിറ്റായ ഒരു പ്രൊജക്റ്റാണ്. അതിൻ്റെ സ്നേഹവും ഇപ്പം ഞാനിപ്പോൾ ലുലുവിൽ പോവുകയാണെങ്കിൽ, കാരണം അവിടെ തമിഴ് ആൾക്കാരും മലയാള ആൾക്കാരും ഒരുമിച്ച് വരുന്ന വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ അവിടെ വരുന്നു. ഇപ്പം ഞാൻ അവിടെ പോവുകയാണെങ്കിൽ, ഇപ്പം എൻ്റെ തമിഴ് തീർന്നിട്ട് ഓൾമോസ്റ്റ് 2 വർഷം ആവാറായി. ഇപ്പോഴും തമിഴ് ആൾക്കാർ കണ്ടാൽ ആ പേരും പറഞ്ഞിട്ട് അടുത്ത് വന്ന് സംസാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എൻ്റെ ഭാഗ്യം, കരിയർ പരമായിട്ട് എൻ്റെ ഭാഗ്യം ചോദിച്ചെങ്കിൽ എപ്പോഴും അതും ഇതും ഈക്വലി ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഇപ്പം നാളെ ഞാൻ വേറൊരു പ്രൊജക്ട് ചെയ്യുമ്പോഴും സഞ്ജുവിന്റെ പുതിയ പ്രൊജക്ട് കണ്ടെന്ന് തന്നെയായിരിക്കും പിന്നെ പറയുന്നത്. ആ പേര് ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഭയങ്കര രസം എനിക്കത് കേൾക്കാൻ, ഭയങ്കര ഇഷ്ടമാണ് ആൾക്കാർ അത് പറയുന്നത്. അപ്പം സൽമാൻ പോയതിനു ശേഷം മേഘന്റെ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? അത്രയും നാളും എപ്പോഴും ഒരുമിച്ചുണ്ടായിരുന്ന ആള് പെട്ടെന്നാണെങ്കിൽ ഇനി സെറ്റിലില്ല. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞു, സൽമാൻ ഇല്ലാത്തൊരു ദിവസമാണെങ്കിൽ സെറ്റിലാണെങ്കിൽ എന്താ പറയാ, ഉറങ്ങി കിടക്കണ പോലെയാണ്. അപ്പൊ അങ്ങനെ ഒരാള് ഇനിയിപ്പോ ഇല്ല, സെറ്റിലില്ല എന്ന് പറഞ്ഞപ്പോ ആ ഒരു മാനസികാവസ്ഥ എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് അതൊന്ന് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ചോദിച്ചാൽ, അല്ല ആദ്യം മാനസികാവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ഓബിയസ്ലി ലവ് ഫാക്ടറും ഫ്രണ്ട്ഷിപ്പ് എവറിത്തിങ് പീസ് ഹാപ്പിനെസ് എല്ലാം ഒരു ദിവസം രാവിലെ എണീച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറയുമ്പം അഫ്കോഴ്സ് വിൽ ബി ബ്രോക്കൺ. നോ, അന്ന് രാവിലെ ഐ റിമെമ്പർ ഞാൻ സെൽഫ് മേക്കപ്പാണ്. മേക്കപ്പ് ഇടുന്ന സമയത്ത് കണ്ണെഴുതും, കണ്ണിന്ന് വെള്ളം ഇറങ്ങും, തുടയ്ക്കും, വീണ്ടും എഴുതും, തുടയ്ക്കും, ഇങ്ങനെ തന്നെയായിരുന്നു ദി ഹോൾ ടൈം. എന്നിട്ട് സെറ്റിൽ പോയതിനു ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസേഴ്സ് വന്നിട്ട് ഇനി സൽമാൻ ഉണ്ടാവില്ല, ഡേറ്റ് ഇഷ്യൂസ് മാറേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴും എനിക്ക് കരച്ചു നിർത്താൻ പറ്റുന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ദി ഹോൾ ടൈം. ആൻഡ് ദെൻ ലൈക്ക് ആഫ്റ്റർ എനിക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര വിഷമായിരുന്നു. അതിലേക്ക് ഞാൻ ഇങ്ങനെ പാച്ചുവിന് വീഡിയോ കോളൊക്കെ വിളിച്ച് ഞാൻ കരയണ കണ്ട് പാച്ചും കരഞ്ഞു. പിന്നെ രണ്ടൊരു കൂട്ടക്കരച്ചില്ലായിരുന്നു. കൂട്ടിക്കൂട്ട് ഭയങ്കര കരച്ചില്ലായിരുന്നു. പിന്നെ ഇറ്റ് വാസ് ഇൻ ദി സെയിം സെറ്റ്. പിന്നെ എന്തായിരുന്നു, നേരത്തെ ഒരു വെക്കേഷന് പോകുന്ന പോലായിരുന്നു എനിക്ക്. ഐ യൂസ് ടു ലവ് ഗോയിങ് ടു ദാറ്റ് സെറ്റ്. പിന്നെ പാച്ചു ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ ഫുൾ സെറ്റും ഭയങ്കര ഡൗൺ ആയിപ്പോയി. പിന്നെ ഒരു വർക്കിന് പോകുന്ന പോലെ ഫീൽ ആയിരുന്നു എനിക്ക്. പോയ വർക്ക് ചെയ്യാ വരാം, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. അത് ഞാൻ പോസ്റ്റ് ഒക്കെ ഇട്ട് അത് ഭയങ്കര ന്യൂസ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങനെയായിരുന്നു മീറ്റ് ചെയ്യൽ? ആ ഒരു ബോണ്ട് കാണലില്ലായിരുന്നു, ഒന്നും കാണില്ലായിരുന്നു. കാരണം ഇവിടെ വീട്ടിൽ നിന്ന് അങ്ങനെ, ഇവിടെ ആകെ പോകുന്നത് വർക്ക് പോകും തിരിച്ചു വരും, വീട്ടിൽ പോകും കോളേജിൽ പോകും തിരിച്ചു വരും. വേറെ ഫ്രണ്ട്സിന്റെ കൂടെ ഔട്ടിങ് കാര്യങ്ങളോ പിന്നെ അങ്ങനെ ഒന്നുമില്ല. പിന്നെ അമ്മക്ക് ഇത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പുറത്തൊന്ന് മീറ്റ് ചെയ്യുന്ന പരിപാടീസ് കാര്യങ്ങളൊന്നുമില്ല. ഓൺലി ജസ്റ്റ് സം കോൾസ്, സം വീഡിയോ കോൾസ്. എന്നിട്ട് എങ്ങനെയാണ് അത് കീപ്പ് ചെയ്ത് പോയി ഇവിടം വരെ എത്തി നിൽക്കുന്നത്? താങ്ക്സ് ടു ടെക്നോളജി, മൊബൈൽ അല്ലേ? ലൈക്ക് അങ്ങനെയാണ്. ഓക്കെ. അപ്പം നിങ്ങളുടെ രണ്ടാളുടെയും കല്യാണത്തിന്റെ ലൈക്ക് ഇപ്പം പെട്ടെന്നുള്ളതായിരുന്നു, ഉറ്റ സുഹൃത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ല. അപ്പം നിങ്ങളുടെ ഫാമിലീനെ എല്ലാവരും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കുറച്ച് നെഗറ്റീവ് കോമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ലൈക്ക് വീട്ടുകാർക്ക് താല്പര്യമില്ലാണ്ടാണ് ഇങ്ങനെ ചെയ്തത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെയൊക്കെ വന്ന നെഗറ്റീവ് കോമന്റ്സ് ഒക്കെ നിങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? ലൈക്ക് ഇപ്പം അതിന് ഇതായിട്ട് മേഘയാണെങ്കിൽ ഒരു പോസ്റ്റ് അച്ഛൻ്റെ ഒപ്പമുള്ള പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിന്റെ താഴെ നോക്കുമ്പോഴാണെങ്കിൽ അച്ഛൻ തിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല. ഞാൻ വിചാരിച്ചു എന്താണ് ഇവർക്ക് അങ്ങനെ അത്രയും നെഗറ്റീവ് കമന്റ്സ് പറഞ്ഞിട്ടാണെങ്കിൽ അച്ഛന്റെ ഉള്ള ഫോട്ടോ വരെ ഇട്ടു. എന്നിട്ട് അച്ഛൻ തിരിഞ്ഞു നിൽക്കുവാന്ന് പറഞ്ഞിട്ട് അതിനകത്തും പറയുന്ന ആൾക്കാർ. ആക്ച്വലി അച്ഛൻ്റെ അന്ന് അച്ഛൻ പിക്ക് എടുത്തായിരുന്നു, പക്ഷെ ഞങ്ങൾ ഫോണിൽ എടുക്കാൻ വിട്ടുപോയി. ഞങ്ങൾ രണ്ടുപേരും കിളി പറഞ്ഞിരിക്കുകയായിരുന്നു. ആക്ച്വലി അച്ഛൻ വരുന്നത് വരെ ഞങ്ങൾ അവിടെ ഫോട്ടോ എടുത്ത്, കാരണം ഞങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട്, സൈൻ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു.
നോർമൽ ക്യാമറ വെച്ചിട്ടും 2 ഐഫോണിലൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. പക്ഷെ പുള്ളിക്കാരനെ കണ്ടിട്ട് ഇവിടെ പാനിക്കായപ്പോൾ മൊത്തം എല്ലാവരും അത് വിട്ടുപോയി. പിന്നെ അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് എന്ന് എല്ലാവരും മാറി. കാരണം എല്ലാവരും ഒരു പ്രോബ്ലമാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, ഇനിയിപ്പോ എന്താവും നെക്സ്റ്റ് സീൻ എന്താവും അറിയില്ലല്ലോ. പക്ഷെ പുള്ളി ഭയങ്കര കൂളായിട്ട് ഇങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഭയങ്കര സ്റ്റക്കായിട്ട് നിന്ന്, ഞങ്ങളും സ്റ്റക്കായിട്ട്. ഞങ്ങൾക്ക് അത് തലയിൽ പോയില്ല പിക്ക് എടുക്കേണ്ട ഒരു സാധനം. പക്ഷെ അത് തന്നെ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആരോ കാൻഡിഡ് ആയിട്ട് ബാക്കിൽ നിന്ന് എടുത്തോണ്ടിരുന്നതാണ്. അത് ഞങ്ങൾ പിന്നെയാണ് കാണുന്നത്. അപ്പോഴാണ് ഇവിടെ പറഞ്ഞത് അയ്യോ നമ്മൾ ഫോട്ടോ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ ഞെട്ടിയതാരാ? നിങ്ങളുടെ ആ ഒരു ഷോക്ക് ആയതാരാ? ഒബ്വിയസ്ലി മലയാളികളൊക്കെ ഷോക്ക്ഡ് ആണ്, അതല്ലാണ്ട് നിങ്ങളുടെ ക്ലോസ് സർക്കിളിലുള്ള ആരെങ്കിലും ഭയങ്കര? എല്ലാരും, കാരണം ആരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതറിയാന്ന് മീത്തുവിന് അറിയാം, ഞങ്ങളുടെ ഫാമിലി കുറച്ച് ആൾക്കാർക്കറിയാം. വെരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് പശുവിന്റെ ബ്രദേഴ്സ്. അതും ഈ ഡേറ്റ് അറിയില്ല. ആക്ച്വലി ഡേറ്റ് 5th ആയിരുന്നില്ല, 17th ആയിരുന്നു, ഫെബ്രുവരി 17th ആയിരുന്നു. അപ്പം ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞില്ല വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങൾ സീവിയർ ആയതുകൊണ്ടും പിന്നെ ഞാൻ പറഞ്ഞില്ല മറ്റേ ആ ഒരു നോട്ടീസ് ലീക്കായി തുടങ്ങി, ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ടും പിന്നെ ഞാൻ വിചാരിച്ചു ഓവർ ഡിലേ ആക്കണ്ട, കാരണം ലീഗലി ആയിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി പ്രശ്നമില്ലല്ലോ, വൈഫായല്ലോ. ബാക്കി വൈഫിന്റെ റൈറ്റ് വെച്ചിട്ട് അങ്ങനെ ആവട്ടെ വിചാരിച്ചിട്ടാണ് പ്രീപോൺ ചെയ്തതാണ് ഡേറ്റ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറ്റ് വാസ് ലൈക്ക് സാറ്റർഡേ എന്തോ പ്ലാൻ ചെയ്യുന്നു, സാറ്റർഡേ സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ 4 days കൊണ്ടാണ്. മൺഡേ ആണ് ഡ്രസ് എടുത്തു, ട്യൂസ്ഡേ ഡ്രസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടി, കല്യാണം. ഇതായിരുന്നു പരിപാടി. അപ്പൊ ഞാൻ രാവിലെ എണീച്ച് ആണെങ്കിൽ മെസ്സേജ് ഇട്ട് വില്യു ഇപ്പോഴെങ്കിലും പറയോ എന്ന് ചോദിച്ചു. I still hate you. It's like okay fine. No, I had actually, അത് പറയണം, അത് പറയുന്ന മൊമെന്റ് ഒരു ഭയങ്കര സ്പെഷ്യൽ ആക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഇവള് ഈ 2.5 വർഷം അത് എക്സ്പെക്ട് ചെയ്തിട്ട് ഞാനത് പറയുമ്പോൾ ജസ്റ്റ് ഇവള് ആഗ്രഹിച്ചതുകൊണ്ട് പറയുന്ന പോലെ ആവരുത്, ദാറ്റ് ഷുഡ് ബി എ വെരി സ്പെഷ്യൽ മൊമെന്റ് ആവണമെന്ന് വിചാരിച്ച് അതെങ്ങനെ സ്പെഷ്യൽ ആക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ സത്യം പറഞ്ഞാൽ ചെറിയൊരു പ്രിപ്പറേഷൻ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഡേറ്റ് പ്രീപോൺ ചെയ്തല്ലോ. പ്രീപോൺ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഒന്നും അറേഞ്ച് ചെയ്യാൻ പറ്റിയില്ല, നത്തിങ്. അപ്പൊ അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് ഞാൻ ഫൈനലി പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവന് വരുമ്പം മറ്റേ നമ്മുടെ പോപ്പേഴ്സ് ഒക്കെ വാങ്ങിയിട്ട് വന്ന് ഞാൻ പറഞ്ഞു കുറച്ച് നീ 2-3 പോപ്പേഴ്സും ബലൂണും വാങ്ങിയിട്ട് വന്നു പറഞ്ഞു. അപ്പൊ ഞാൻ റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഈ റിങ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കയറുന്നതിന് മുമ്പ് പ്രപ്പോസ്, ഐ മീൻ ലൈക്ക് ജസ്റ്റ് അതൊന്ന് പറയാം. അതൊരു കാരണം ഏറ്റവും സപ്പോർട്ട് നിന്ന ആൾക്കാരാണ് അന്ന് കൂടെ ഉണ്ടായിരുന്നത്, ചുറ്റും കുറച്ച് ഫ്രണ്ട്സ് ആണെങ്കിലും എൻ്റെ അഡ്വക്കേറ്റ് ഒക്കെ ആണെങ്കിലും. കാരണം എൻ്റെ ലൈഫ് ഏറ്റവും ബെറ്റർ ആവണോ അല്ലെങ്കിൽ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അവരാണ്. അപ്പൊ അത്രയും അങ്ങനത്തെ ആൾക്കാരുടെ പ്രസൻസിൽ തന്നെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന് തോന്നി. പക്ഷെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്തോണ്ട് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ആ സമയത്തൊക്കെ പെയിൻ ഞാൻ റിലീഫ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് കൂടുതൽ സ്ട്രെസ് എടുക്കാനും പറ്റില്ല, അപ്പൊ ഒന്നും അധികം ചെയ്യാനും പറ്റണില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ നിൽക്കുന്ന മൊമെന്റിൽ എങ്ങനെയെങ്കിലും അതൊരു കളർഫുൾ ആക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ 2-3 ഫ്രണ്ട്സിന്റെ അടുത്ത് പോപ്പേഴ്സ് കൊണ്ടുവരാൻ പറഞ്ഞു, 2-3 ബലൂൺ കൊണ്ടുവരാൻ പറഞ്ഞു. പക്ഷെ ബലൂണ് നിന്റെ അച്ഛൻ വന്ന് ഡയലോഗ് അടിക്കുന്ന ഇടയിൽ ബലൂൺ പൊട്ടിപ്പോയി ആ വെയിലത്ത് ചൂടിൽ. അതൊന്നും എനിക്കറിയില്ലല്ലോ. ഇല്ല, അവർ ബലൂണൊക്കെ ആ സൈഡ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സംസാരിച്ച് നിൽക്കുന്നതിന്റെ ഇടയിൽ ബലൂണും പൊട്ടി ലേറ്റ് ആയിട്ട്. അങ്ങനെ കാരണം അച്ഛനോട് ഒന്നും പറയാനും പറ്റില്ലല്ലോ, പോന്ന് പറയാനും പറ്റില്ല. മിഡി രണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ജോഡികളായിരുന്നു സൽമാനുൽ ഫാരിസും മേഘ മഹേഷും. സഞ്ജുവും ലച്ചുവുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത ജോഡികൾ. ഇരുവരും വിവാഹിതരായ ഫോട്ടോ പങ്കുവച്ചപ്പോൾ പുതിയ പ്രോജക്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് വ്യക്തമായ ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറിയിരുന്നില്ല. മിഡി രണ്ടിലും എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. സൽമാനെ താൻ ആദ്യമായി ഓഡിഷൻ സമയത്താണ് കണ്ടത്. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന ഫോണിൽ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരുന്ന ആൾ കണ്ടപ്പോൾ എന്തൊരു ജാട, ഇതെങ്ങാനും സെലക്ട് ചെയ്താൽ എങ്ങനെ മാനേജ് ചെയ്യും എന്ന ചിന്തയായിരുന്നു. പക്ഷെ പിന്നീടുള്ള ഓഡിഷനിലൂടെ കുറച്ചുകൂടെ അടുത്ത് നല്ല ചുള്ളൻ ചെക്കൻ എന്ന ഇമേജ് ആയെന്നാണ് മേഘ പറയുന്നത്. പാച്ചു എന്നൊക്കെയാണ് മേഘ സൽമാനെ വിളിക്കുന്നത്. പാച്ചുവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചളിയാടിയാണ് എന്ന് മേഘ പറയുന്നു. സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നീട് പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാതെയായി. കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക, യാത്രകൾ ചെയ്യുക എന്നതൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം. ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത്. അത് പ്രായത്തിന്റെ പക്വതക്കുറവായിരിക്കും എന്ന് കരുതി സൽമാൻ റിജക്ട് ചെയ്തു. നീണ്ട ഒരു ഉപദേശവും തന്നു എന്നാണ് മേഘ പറയുന്നത്. മേഘയും ആ സമയത്ത് ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ സൽമാൻ കൂടെ നിൽക്കുകയും ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാകും എന്ന് സൽമാൻ പറഞ്ഞു. ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമാണ്, ആദ്യം പഠനം പൂർത്തിയാക്കുക, ഇത് കാഷ്വലായി വിടൂ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഈ ഫീലിങ്സ് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കൂ, ഉണ്ടാവില്ല. അപ്പോൾ പുതിയ ചുറ്റുപാടുകൾ നിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് സൽമാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്.
തങ്ങൾ 2 മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്. എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ 2 വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്. വിവാഹ സമയത്ത് ആരാണ് ഈ വിളിക്കാതെ വന്നത് എന്ന് നോക്കിയപ്പോഴാണ് മേഘയുടെ അച്ഛനാണെന്ന് മനസ്സിലായത്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തി, അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് മേഘയെ ഏൽപ്പിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ സൽമാനോട് പറഞ്ഞത്. തന്റെ വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സൽമാൻ പറയുന്നു. എന്നാൽ പിന്നീട് തന്റെ അമ്മ വിളിച്ച് സംസാരിച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെല്ലാം മാറ്റം വരുമെന്നും കോൺഫിഡൻസോടെ ഇരുവരും പറയുന്നുണ്ട്. 2021 22 എന്ന് കൃത്യമായി ഓർമ്മയില്ല. അന്ന് മേഘയുടെ 18ാം പിറന്നാളായിരുന്നു. ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും. ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല, എനിക്കത് ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അത് ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചു എന്ന് മേഘ പറയുന്നു. 2 വർഷം കാത്തിരുന്നു, അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറയുന്നത്. മിഡിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത്. സീരിയലിൽ നിന്ന് മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു. ഓക്കെ, അത് സീരിയസ് ആണെന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മേഘയോട് ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രണയം സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത്.